ചെയ്ത് പ്രതിഷേധം അതിന് ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. വലിയ രീതിയിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ തന്നെ സമയത്ത് 2.5 മണിക്കൂറാവുകയാണ് യോഗം തുടങ്ങിയിട്ട്. എന്താണ് അവിടെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് ഷെയ്ദ്? അക്ഷയ, പ്രതിഷേധം കനക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടുപോകുമ്പോൾ പ്രതിഷേധം ശക്തമാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അക്ഷമരായ ജനങ്ങൾ ഈ യോഗം നടക്കുന്ന ഈ സബ് കളക്ടർ ഓഫീസിന്റെ ഗേറ്റ് അത് തള്ളി തുറക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ജനരോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് അകത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ച 5 ലക്ഷം രൂപ താൽക്കാലിക നഷ്ടപരിഹാരം, 50 ലക്ഷം ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ സർക്കാർ നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിന് ഇവരെ ആരുടെ അധികാരത്തിനാ? ഇവരെ ആര് പറഞ്ഞിട്ടാ കയറ്റി വെച്ച ഇതിന്റെ ഉള്ളിൽ? എന്താ ഇവര് ചെയ്യണേ? സൂചിപ്പിച്ചതുപോലെ ഈ പ്രാഥമികമായി നേരത്തെ സൂചിപ്പിച്ച താൽക്കാലികമായ നഷ്ടപരിഹാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശുപാർശ സർക്കാരിലേക്ക് നൽകാം എന്നുള്ള ഒരു ഉറപ്പാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അകത്ത് ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു ഉറച്ച നിലപാടാണ്. നേരത്തെ ആ നിലപാട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ സർക്കാരിനോ ജില്ലാ കളക്ടർക്കോ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടിയാണ് വലിയ രോഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അവന്റെ പൈസ ഒന്നും വേണ്ട. അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ചർച്ചയോ മറ്റ് എന്തെങ്കിലുമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും ആശാവഹമായ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ അതിവൈകാരികമായ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകും എന്നുള്ള സാധ്യതയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നാട്ടുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അത്രത്തോളം ഈ രീതിയിൽ അവർക്കുള്ളിൽ പ്രതിഷേധം നുരഞ്ഞു പൊന്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാലങ്ങളായി അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് ഏറ്റവും ഒടുവിൽ അജീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം, മൃതദേഹം ഇപ്പോൾ ഈ സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ്. മണിക്കൂറുകളോളമായി മാനന്തവാടി ടൗണിൽ മൃതദേഹമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ സബ് കളക്ടർ ഓഫീസിന് മുമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ രീതിയിൽ തങ്ങൾ ആവശ്യപ്പെട്ട ഈ നിലപാടുകൾ, അതിൽ ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ സബ് കളക്ടർ ഓഫീസ് ഏറെക്കുറെ പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അപ്പുറത്ത് അകത്ത് MLA മാരും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ചർച്ച തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതിനടുത്തോളം ഈ ചർച്ച ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബഹിഷ്കരിച്ച് പുറത്തു പോന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അധിക സമയം ഈ ചർച്ച പോലും ഇങ്ങനെ നീളാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ സർക്കാരിന് മുമ്പിലുള്ള ഈ പ്രതിഷേധം തണുപ്പിക്കാനുള്ള പോംവഴി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കും. ഈ മൃതദേഹം മരണപ്പെട്ട മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ കഴിയാതെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സങ്കീർണമാണ് സാഹചര്യം. സർക്കാർ ഈ നിലപാടിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എങ്ങനെ ഈ പ്രതിഷേധം തണുപ്പിക്കുമെന്നുള്ള വലിയൊരു ചോദ്യം. രോഷപ്രകടനം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. രോഷമാണ് പൊട്ടിയൊഴുകുന്ന കാഴ്ച നമ്മൾ കാണാം. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശരി. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കളക്ടറൊന്നും വേണ്ട.
മാനന്തവാടി സബ് കളക്ടറുടെ ഓഫീസിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. സർവകക്ഷി യോഗം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജനം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. വീണ്ടും അവരുടെ വാതിൽ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ആംബുലൻസിൽ സബ് കളക്ടർ ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കളക്ടറിനെ നമുക്ക് വേണ്ട, ഈ മന്ത്രിയെ നമുക്ക് വേണ്ട, MLA വേണ്ട എന്നുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നേരെ ഒക്കെയും അവരുടെ ഭാഗത്ത് നിന്ന് മുദ്രാവാക്യം ഉയരുന്നുണ്ട്. അങ്ങനെയാണ് അവർ അവരുടെ രോഷം അറിയിക്കുന്നത്. ഇപ്പോഴും ഒരു തീരുമാനമായിട്ടുള്ള യോഗത്തിൽ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അവരുടെ ഗതികേടെന്നല്ലാതെ മറ്റൊന്നും അതിൽ പറയാനില്ല. ഇതാ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും ജനങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. അതാ വാതിൽ തുറന്നിരിക്കുന്നു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വാതിൽ തുറന്നിരിക്കുന്നു, ഗേറ്റ് തുറന്നിരിക്കുന്നു. പോലീസ് എത്തിയ ഗേറ്റ് വീണ്ടും അടയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതാ ജനങ്ങൾ ഗേറ്റിന്റെ ഒരു പാളി പിടിച്ചു വെക്കാൻ ക്ഷമക്കാരി പാലിക്കുന്നുണ്ട് സാർ.
തോക്കെടുത്ത് വെടിവെച്ചോ. ഓർഡർ വെടിവെക്കാനായിട്ട് ഇന്ത്യൻ വളരെക്കാലം വേദാ തീരുമാനിക്കുന്നുണ്ട്. അതിപ്പോ സാറിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറ് ഞാൻ ഒരു കാര്യം പറയാം. സാറ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു സാറിന് കേൾക്കാൻ സാറിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിപ്പോ അവരോട് ചെയ്യുന്നുണ്ടല്ലോ. സംഘർഷം പ്രതിഷേധം അതിശക്തമാകുന്നു. അത് സംഘർഷത്തിലേക്കൊക്കെ വഴിതിരിയാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. നയപരമായിട്ട് അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, ആദ്യം അതിൻ്റെ പ്രധാനമായിട്ടുള്ള വാതിലിന് മുൻപിൽ നിന്നായിരുന്നു പ്രതിഷേധമെങ്കിൽ പിന്നീട് കെട്ടിടം പൂർണ്ണമായും വളയുകയായിരുന്നു പ്രതിഷേധക്കാർ. പുറകുവശത്തെ വാതിലിലൂടെ തള്ളി തുറന്ന് കയറാനുള്ള ശ്രമം നടത്തി, കയറുക തന്നെ ചെയ്തു. ആദ്യം വാതിൽ തുറന്നു, അപ്പോഴേക്കും പോലീസ് എത്തുകയായിരുന്നു. പോലീസ് എത്തി പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങുന്നത് നമ്മൾ കണ്ടു. പിന്നീട് പോലീസ് തന്നെ വാതിൽ കൂട്ടി ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് ഒരു അനുനയ നീക്കമൊക്കെ നടത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ പോലീസിന് നേരെ വലിയ കൂക്കിവിളിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വനമന്ത്രിക്കും കളക്ടർക്കും നേരെയുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഓരോ മുദ്രാവാക്യത്തിലും വനമന്ത്രിക്കെതിരെയും കളക്ടർക്കെതിരെയുമാണ് പ്രതിഷേധം അറിയിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ലാത്തിയുമായി പോലീസ് നിൽക്കുമ്പോൾ ആ ലാത്തി പിടിച്ചു വാങ്ങുന്ന തരത്തിലേക്കൊക്കെ ജനങ്ങൾ എത്തുകയാണ്. ജനങ്ങളുടെ ക്ഷമയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ചർച്ച നീളുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചകൾ വയനാട്ടിൽ നിന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. 7:30-ക്കാണ് ആനയുടെ ചവിട്ടേറ്റ് അജീഷ് കൊല്ലപ്പെട്ടതെന്ന് ഓർക്കണം. സമയമിതാ 3:30 പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിരവധി ആവശ്യങ്ങളുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം ഇങ്ങനെ അനന്തമായി നീളേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അകത്ത് ഒരു സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ കളക്ടറുണ്ട്, കളക്ടർ രേണു രാജുണ്ട്, ഒപ്പം തന്നെ SP ഉണ്ട്, CCF ഉണ്ട്, MLA-മാരായ OR കേളുവും IC ബാലകൃഷ്ണനും ഉണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മനക്കാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബന്ധുക്കൾക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഭാര്യയ്ക്ക് സ്ഥിരമായൊരു ജോലി, അജീഷിന്റെ കടം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ തീരുമാനങ്ങൾക്ക് അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വൈകാരികമായ രീതിയിലേക്ക് പ്രതിഷേധം എത്തുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും സബ് കളക്ടർ ഓഫീസിന് മുന്നിലേക്ക് അജിയുടെ മൃതദേഹം എത്തിച്ചുകൊണ്ട് പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ 2.5-3 മണിക്കൂറിനോട് അടുക്കുകയാണ് ഈ യോഗം, സർവകക്ഷി യോഗമകത്ത്. ആ യോഗം ഒരു അവസാനത്തിലേക്ക് എത്തുന്നില്ല. യോഗത്തിന് ഹാളിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ് അവിടെ ചെയ്യുന്നത്. യോഗം തുടരുന്നു. അതേസമയം തന്നെ പ്രതിഷേധം കൂടുതൽ കടുക്കുന്ന സാഹചര്യം, ജനങ്ങളുടെ രോഷം അണപൊട്ടി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ആബാലവൃദ്ധം ജനങ്ങളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ, അവരുടെയൊക്കെ വാക്കുകളിൽ അവർ കണ്ടുപോയിട്ടുള്ള ഇന്നലകളും അവർ അനുഭവിച്ചിട്ടുള്ള ഈ വന്യജീവി ആക്രമണവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാധാരണക്കാരാണ്, കർഷകരാണ്, കുടിയേറ്റ കർഷകരാണ്, കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും വയനാട്ടിൽ. അവർക്ക് നിരന്തരം ഈ വന്യജീവി സംഘർഷത്തിന്റെ ഇരകളാണ് അവർ. അതിജീവനത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഷേധവും. എന്തായാലും ഇനിയും പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. നേരത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് സംസാരിച്ചിരുന്നു. രമ്യമായി എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് മിനിസ്റ്റർ പറഞ്ഞു. അതുതന്നെ മിനിസ്റ്റർ ആവർത്തിച്ച് പറയുകയായിരുന്നു. കൃത്യമായിട്ടൊരു മറുപടി മിനിസ്റ്റർക്കും നൽകാനില്ലായിരുന്നു. നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും മിനിസ്റ്ററും രമ്യമായൊരു പരിഹാരമില്ല എന്നല്ലാതെ അതെപ്പോൾ എങ്ങനെ ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമോ എന്നതിനുള്ള കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിരുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഈ ഗതികേടിനെ, ജനങ്ങളുടെ ഈ വൈകാരിക അവസ്ഥയെ ഇങ്ങനെ കണ്ടു നിൽക്കുകയല്ലാതെ അതിലൊരു പെട്ടെന്നൊരു നടപടി ഉണ്ടാകുന്നില്ല? അതിനെ ചോദ്യം ചെയ്ത തരത്തിലേക്ക് സംവിധാനങ്ങൾ നീങ്ങുന്നു എന്നുൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ വയനാട്ടിലെ സാഹചര്യം, ഈ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ 7:30-ക്കാണ് ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. ഒരു മനുഷ്യായുസ്സിലൂടെ ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴും
ഈ സംഭവ വികാസങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? വയനാട് പാക്കേജ് എന്നൊക്കെ പലവരും പറയുകയല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആനയെ മയക്കുവെടിവെക്കാൻ ഉത്തരവായിട്ടുണ്ട്. വിക്രമും സൂര്യയും, കുങ്കിയാനകളായ വിക്രമും സൂര്യയും ഇപ്പോൾ മുത്തങ്ങയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 2 ആനകളെയാണ് ആദ്യം മാനന്തവാടിയിലേക്ക് എത്തിക്കുക. ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് 3ാമത് കുങ്കിയാനയെ എത്തിക്കും. കർണാടകയിൽ നിന്നും റേഡിയോ കളർ ഘടിപ്പിച്ച് പിടികൂടി റേഡിയോ കളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ്. ആ ആനയാണ് ഇന്ന് പുലർച്ചെ മാനന്തവാടിയിലേക്ക് എത്തുന്നത്. മോഴയാനയാണ്. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, ഈ ആനയുടെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പനെ കണ്ടിരുന്നു. അതുപോലെയൊന്നുമല്ല, തീർത്തും അക്രമാസക്തമായ രീതിയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് അജിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഈ പ്രതിഷേധം അതിശക്തമാകുന്ന കാഴ്ച, ആളിപ്പടരുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. വയനാട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ്. 2 തവണ പിടികൂടിയിട്ടുള്ള ആനയാണ് വയനാട്ടിൽ കർണാടകയിൽ നിന്നും. ആ ആനയാണ് കാട് കടന്ന് അതിർത്തി കടന്ന് കേരളത്തിലെത്തി അജിയുടെ ജീവനെടുത്ത് വയനാടിൻ്റെ ആകെ സൂര്യം കെടുത്തി വയനാടിനെ ഇപ്പോൾ ഈ കാണുന്ന തരത്തിലേക്ക് ഇന്നിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ബേലൂർ മഗ്ന എന്നു പേരുള്ള ആനയാണ് ഇപ്പോൾ അജിയുടെ ജീവനെടുത്തത്. ആനയാണ് മയക്കുവെടി വെക്കാനുള്ള നീക്കം നടക്കുന്നത്. മഗ്ന എന്ന് പറഞ്ഞാൽ മോഴയാനയാണ്. ബേലൂർ എന്നാണ് ഈ ആനയുടെ പേര്. 2 തവണ കർണാടക വനംവകുപ്പ് പിടികൂടിയ ആനയാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ആന ഇപ്പോൾ കുന്നിൻ ചെരുവിലാണുള്ളത്. അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിലൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും കുങ്കിയാനകൾ പുറപ്പെട്ടിട്ടുണ്ട്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനി ഇന്നുണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. സമയം 3:40 ആയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോഴും ഇരുട്ടാകും. കുന്നിൻ ചെരുവിലാണ്. അവിടെ ആനയെ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായൊരു സ്ഥലമല്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നീക്കം, നടപടികൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ഇതാ ജനങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെ അതിശക്തമായി ഒരു സമരാഗ്നിയായി അതിങ്ങനെ ആളിപ്പടർന്നുകൊണ്ടേയിരിക്കുകയാണ്.